ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലിമണിക്കത്താണ്. അപ്പോൾ എൻ്റെ പൊന്നോ, നമ്മുടെ കണ്ണൂര് മട്ടന്നൂര് ശിവപുരമുള്ള ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ശരിക്കും ബോധ്യപ്പെടുത്തിയാൽ അവരുടെ നിരപരാധിത്വമാണ്, അല്ലെങ്കിൽ അവർ പെട്ടുപോയത്, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ ഏർപ്പെട്ടു പോയതാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിന് പകരം പൂരത്തെറി എന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ, ഞാനത് കേൾപ്പിക്കാത്തത് കാരണം എന്ന് പറഞ്ഞാൽ അവരെന്നെ മാന്യമായി വിളിച്ചത് കൊണ്ടാണ്. ആദ്യം മാന്യമായിട്ട് സംസാരിച്ചതുകൊണ്ട് ഞാൻ മാന്യമായിട്ട് വിളിക്കുന്ന ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷേ പിന്നീട് അവർ ഫോൺ എടുത്തതിന് ശേഷം തെറി, അമ്മാതിരി തെറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർ ആ പഴയ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല. ചില ആളുകൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ജയിലിൽ പോയി വന്നാൽ അവർ ചില സമയത്ത് പക്ഷാത്താപിക്കും. കാരണം തെറ്റ് പറ്റിപ്പോയി, അങ്ങനെയുള്ള മാനസാന്തരമെല്ലാം പെടും. പക്ഷെ ജയിലിൽ പോയി വന്നിട്ടും അതേപോലെ ആകുന്നുണ്ടെങ്കിൽ ശരിക്കും ചില ആളുകൾ ക്രിമിനലായിട്ട് മാറാറുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലുള്ളത് ഏകദേശം ഇതുപോലുള്ള ലഹരി കേസുകളിലും പീഡന കേസുകളിലും മറ്റുള്ള കേസുകളിലൊക്കെ പ്രതിയായ ആളുകളുടെ കൂടെ സഹവസിച്ച് പിന്നീട് അവർ പറയും ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ടുണ്ടായ ആളുകളിൽ നിന്ന് വലിയൊരു ബിസിനസ്സിലേക്ക് മാറുക എന്നുള്ളത് സ്വാഭാവികമാണ് ജയിലിൽ നിന്ന്. കാരണം സാധാ ചെറിയൊരു ഗുണ്ട ഒരു വലിയൊരു ഗുണ്ടയായിട്ട് മാറുക. പിന്നെ രണ്ടാമത്, നമ്മളെ കണക്കത്തെ ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ ഇത് നാട്ടുകാർക്ക് ജാഗ്രത പുലർത്താൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ വീട്ടിലുള്ള ഭർത്താക്കന്മാരെ, നിങ്ങളുടെ മക്കളെ ഒക്കെ ജാഗ്രതപ്പെടുത്താനാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഈ പറയുന്ന ഫാത്തിമാക്കും റിൻഷാദിനും ഇതൊന്നും ബാധകമല്ല. അവർ ഏതുകൊണ്ടും കുളിച്ച്, അതായത് നനഞ്ഞു കഴിഞ്ഞു. ഇനി അവർ കുളിച്ചിട്ടേ ഇതിൽ നിന്ന് മുക്തരാകുകയുള്ളൂ. കാരണം അവർക്ക് ഇനി എന്ത് വന്നാലും ഇത്രേ വരും എന്നുള്ള ധാരണ വന്നു കഴിഞ്ഞു. പക്ഷെ നാട്ടുകാരും ജനങ്ങളും നല്ല മാന്യമായിട്ട് കുടുംബാംഗങ്ങളുമായി ഒത്തൊരുമയിൽ നല്ല രീതിയിൽ പോകുന്ന ജനങ്ങളും കുടുംബാംഗങ്ങളുണ്ടല്ലോ, ഇവരൊക്കെ കുടുംബത്തിലേക്ക് ഇവർ ഒരു സൗമ്യ മനസ്കതയോടെ, കാരണം ഞാൻ അവരെ ചില വോയിസുകളൊക്കെ നിങ്ങളെ കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ പുറത്ത് കാണുന്ന ആളല്ല ഇവർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ ഞാനത് അടുത്ത വീഡിയോയിൽ ഞാൻ അവരുടെ സമീപനം അനുസരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇവർക്ക് ഇതിന് സപ്പോർട്ട് നല്ല രീതിയിൽ ഇവരുടെ ജ്യേഷ്ഠത്തിയുടെ ഭാഗത്തിൽ നിന്നും, ജ്യേഷ്ഠത്തിയുടെ മക്കളുടെ ഭാഗത്തിൽ നിന്നും, ജ്യേഷ്ഠയുടെ മകളുടെ ഭർത്താവിൻ്റെ ഭാഗത്തിൽ നിന്നും, അതുപോലെ തന്നെ ഇവരുടെ ഉമ്മൻ്റെ ഭാഗത്തിൽ നിന്നും ഉണ്ട്. ഇവർ പല സമയങ്ങളിലും ഇതുപോലുള്ള ഡ്രഗുകൾ കടത്താറുള്ളത് ബസ്സിലാണ്. ബസ്സിലാകുമ്പോൾ ആരും സംശയിക്കപ്പെടില്ല. അബദ്ധപക്ഷാൽ കാറിൽ പോകുന്ന സമയത്താണ് ഇത് പിടിക്കപ്പെട്ടത്. അപ്പം ബസ്സിൽ ഇത് കടത്തുന്ന സമയത്ത് ഇവരുടെ കൂട്ടത്തിൽ ഇവരുടെ കുടുംബം അംഗങ്ങളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഒരു ഫാമിലി ട്രിപ്പ് എന്നുള്ള രീതിയിൽ ഉദ്യോഗസ്ഥർക്ക് സംശയങ്ങളും വരാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ എല്ലാ വശവും പഠിച്ച് കച്ചവടം ചെയ്ത ആളുകളാണ് ഇവർ. പിന്നെ ഇവർ പറയുന്നത് ചില സമയങ്ങളിൽ ഇവർക്ക് ആർക്കും ഇവരെ പറ്റിയിട്ട് അറിവില്ല, ഒന്നുമില്ല എന്നുള്ളത്. ഇതിൽ എനിക്കറിയാൻ വേണ്ടി സാധിച്ചത്, ഇവൻ്റെ കാറ് പിടിച്ച് ഇവൾ ഈ ലഹരിയുമായി പോയി അത് ഒരു സ്ഥലത്ത് കൊടുക്കേണ്ട സാധനം കൊടുത്തതിന് ശേഷം ഇവരുടെ ഉമ്മയുടെ ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇവൻ്റെ കാറിൽ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഉമ്മ നമ്മളോട് ചോദിക്കും, പിന്നെ ആരാണ് മോളെ അത് കാറിൽ, ആരെ കാറാണ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇവളെ കണക്കത്തെ ആളുകൾ പറയുക ഫ്രണ്ട് എന്നുള്ള രീതിയാണ്. ഇപ്പം ഫ്രണ്ടിനെ കൊണ്ടാണ് മൊത്തം എല്ലാ ആളുകൾക്കും പ്രശ്നം വന്നിട്ടുള്ളത്. ഈ ഫ്രണ്ട് ബന്ധം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ബെസ്റ്റി ബന്ധങ്ങളൊക്കെ അറിയുന്നതാണ്. അപ്പം അങ്ങനെ ഇത് ചോദിക്കാത്ത കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഇത് അറിവുണ്ട്. കാരണം ഒരു ജോലി ഇല്ലാത്തവള്, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവള്, മാസം 10,000-13,000 രൂപ ഭർത്താവിൻ്റെ ചെലവിൻ്റെ ജീവനാംശം ലഭിക്കുന്ന ഇവൾക്ക് മാസം 50,000-ൽ കൂടുതൽ രൂപ ചെലവ്, അത് ഉമ്മയുടെയും സഹോദരിമാരുടെയും മുമ്പിൽ വെച്ച് അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ച് ചിലവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കും ഇവൾക്ക് എവിടെ നിന്നാണ് പൈസ വരുന്നത്. അപ്പം ഇവൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഞാൻ ജോലി ചെയ്യാതെ നാട്ടിൽ ഒരു മാസം നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ നിന്നാൽ നമ്മൾക്ക് കടം വരും. അപ്പോൾ ഇവൾക്ക് അതൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എല്ലാം കഴിഞ്ഞു. ഇപ്പം ഞാനാണ് ഇവളെ ഡ്രഗ് എന്താണെന്ന് പോലും കാണിച്ചു കൊടുത്തതും വെളുപ്പിച്ചതും ഞാനാണ് പിടിപ്പിച്ചത്.
പിന്നെ രണ്ടാമത് പോക്സോ കേസ് ഭീഷണികൾ. ഇങ്ങനെ ഒരുപാട് ഭീഷണികളാണ് ഇപ്പം എനിക്ക് നേരെ ഉയർത്തപ്പെടുന്നുള്ളത്. കാരണം ഞാനാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഇവരുടെ പ്രശ്നം ഇത് ജനങ്ങളിലും കുടുംബങ്ങളിലേക്കും എത്തിയത് ഇവൾക്ക് ബിസിനസ്സിന് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഒരു ലോക്കൽ പത്രത്തിലോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ന്യൂസ് ചാനലിലോ ഒതുങ്ങേണ്ട വിഷയം ഞാൻ സ്വാഭാവികമായിട്ടും ലോകം മൊത്തം അറിയിക്കാൻ കാരണക്കാരനായവൻ ഞാനായത് കൊണ്ട് തന്നെ എനിക്ക് വല്ലാത്ത ഭീഷണിയാണ് വരുന്നത്. ഇപ്പം ഇവളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയാണെങ്കിലും ഇനി റിൻഷാദ് ജാമ്യത്തിൽ ഇറങ്ങാനുണ്ട്. റിൻഷാദിൻ്റെ ഇതിൻ്റെ ഗ്യാങ് ഒന്നും ചെറുതായിരിക്കില്ല, വലിയൊരു ഗ്യാങ് ആയിരിക്കാം. പിന്നെ എൻ്റെ ജീവന് പോലും ആപത്തുള്ള രീതിയിലുള്ള ഭീഷണികളാണ് പെടുത്തുന്നുള്ളത്. മാത്രമല്ല ഇനി എന്നെ ഏറ്റവും വലിയ കേസായ പോക്സോ കേസിൽ വരെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലാണ് നമ്മുടെ മഹദിയായ ഈ ഹജ്ജിനും ഉംറക്കും പോയി വന്ന് ഫാത്തിമ എന്ന് നടിക്കുന്ന ഈ പുതുച്ചോല ഫാത്തിമ നടത്തുന്നുള്ളത്. ഇവിടെ കണ്ണൂർ ശിവപുരമാണ് ഇപ്പോൾ താമസമുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കകം വയനാട്ടിലും ഈ ബിസിനസ് ന്യൂ ഇയർ സമീപിച്ചിട്ട് അവൾ എങ്ങനെയായാലും അവിടെ എത്താതെക്കില്ല. കാരണം ആ സമയങ്ങളിൽ നല്ല ബിസിനസ്സിൻ്റെ തിരക്കാണല്ലോ. അപ്പോൾ എങ്ങനെയും അവിടെ എത്താതെക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ ഫാത്തിമ ഹജ്ജിനും ഉംറക്കെല്ലാം പോയിട്ട് വന്നെന്നുള്ള ധാരണയിലാണ് ഈ ഫാത്തിമ ഉള്ളത്. പക്ഷേ ഇത് ഹജ്ജിനും ഉംറക്കൊന്നും പോയിട്ട് വന്നതല്ല, ലഹരി കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ നിന്ന് വന്ന ഫാത്തിമയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തെളിവ് സഹിതം പ്രൂഫ് സഹിതം പല കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കാം. കാരണം ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഇതിൻ്റെ നിരപരാധി ആണെങ്കിൽ നമ്മൾ ചെയ്തു പോയത് തെറ്റാണല്ലോ, ഒരു മാപ്പ് പറയാമല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ നിന്നപ്പോൾ അവർക്ക് എന്നെപ്പറ്റി തെറിയാണ് പറയേണ്ടത്. അങ്ങോട്ട് എന്നെ സംസാരിക്കാൻ വിടാത്ത ഒരു സാഹചര്യമാണ് എനിക്കുണ്ടായത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതും. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തപ്പെടണമെന്നും ആ വീഡിയോ ഇവരുടെ കൺമുന്നിലേക്ക് എത്തണം. കാരണം എനിക്ക് ആപത്തിലാണ്, എൻ്റെ ജീവന് പോലും ഭീഷണിയുണ്ട്. കാരണം ഇവർ ഡ്രഗ് മാഫിയാണ്. ലഹരി അടിച്ചാൽ ഇവർക്ക് ബോധമില്ല. ഈ ബോധമില്ലാതെ ഇവർക്ക് എന്തും ചെയ്യാം. നമ്മൾ ബോധത്തോടെ ചെയ്യുന്നത് പോലെ അല്ല ഇവർക്ക് ബോധമില്ലാതെ ഇവർ പലതും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ബൈ. ബാക്കി നെക്സ്റ്റ് വീഡിയോ.